ഇതിലൊരു ഒരുപാട് കുഴിയുണ്ട്. അപ്പോൾ ഓരോ കുഴിയും ചവിട്ടി ഇറങ്ങിയാണ് പോകുന്നത്. അപ്പോൾ ഓരോ വണ്ടി ഒരു കുഴി ചവിട്ടി ഇറങ്ങുമ്പോൾ 20 സെക്കൻഡ് 25 സെക്കൻഡ് എടുക്കും. അപ്പോൾ അങ്ങനെ ഡിലേ ചെയ്ത് പോവുകയാണ്. ഈ ഒറ്റ വരി പാതയാക്കണം. കൊച്ചി മെട്രോ പണിഞ്ഞ സമയത്ത് റോഡിന് നടുക്ക് പണിയായിരുന്നു. പക്ഷേ ഒറ്റ വരി പാത സ്മൂത്താക്കിയിട്ട് അതുകൊണ്ട് കൊച്ചി നഗരത്തിൽ യാതൊരു കുരുക്കും ഉണ്ടായിരുന്നില്ല അന്ന സമയത്ത്. ഈ കലൂരൊക്കെ ഭയങ്കര കുരുക്ക് വരുന്ന സ്ഥലമാണ്. ആ ഒരു ആശയം ഉപയോഗിച്ചുകൊണ്ട് ഇത് ഒറ്റ വരി പാതയായി ഇത് റിപ്പയർ ചെയ്ത് ഇട്ടാൽ കുഴി അടച്ച് ആൾക്കാർക്ക് സ്മൂത്തായിട്ട് വണ്ടി പോകത്തത്. വണ്ടിയുടെ ഡീസൽ മാത്രമല്ല, ഈ വണ്ടികളുടെ പ്ലേറ്റ് ഒടിഞ്ഞ് പോകുന്നുണ്ട്. വളരെ മോശമായ സ്ഥിതിയിൽ വണ്ടിയുടെ മെയിൻ്റനൻസ് ഒക്കെ ഭയങ്കര കുഴപ്പമായി മാറിയിരിക്കണം. കോടിക്കണക്കിന് രൂപ KSRTCക്ക് ഇതിൻ്റെ പേരിൽ നഷ്ടമാണ്. യാത്രക്കാർക്ക് വലിയ ദുരിതമാണ്. അതുമാത്രമല്ല, എന്തുമാത്രം ഫ്യൂവലാണ് കത്തിപ്പോകുന്നത്. എല്ലാ വണ്ടിയും കിടക്കില്ല. 5 കിലോമീറ്റർ 6 കിലോമീറ്റർ കിടക്കണം. അതിന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി നടപടി വളരെ നല്ലതാണ്. ഹൈക്കോടതി ഈ 4 ആഴ്ചയ്ക്കുള്ളിൽ അറ്റകുറ്റപ്പണി പൂർത്തിയാക്കാനാണ് പറഞ്ഞത്. അപ്പം 4 ആഴ്ച ഇപ്പോൾ 2 ആഴ്ചയായി. 2 ആഴ്ചയായിട്ട് ഇതുവരെയും ഒരു കുഴി പോലും അടച്ചിട്ടില്ല. ഹൈക്കോടതി വിധി ഉത്തരവ് പിൻവലിക്കാൻ വേണ്ടി സുപ്രീം കോടതി പോയിരിക്കുകയാണ് അവർ. അല്ല, ഇതിനകത്ത് ഇടപെടാം. ഇതിനകത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ട്രാൻസ്പോർട്ട് മന്ത്രി എന്നുള്ളതിൽ ഞാൻ ഇടപെടാം. പക്ഷേ നടപടി കർശനമായിരിക്കും. ഈ ഹൈവേക്കാർ ഇടപെടുന്നതിന് നമുക്കെന്താ ഇടപെടാൻ തടസ്സമുണ്ട്? ഞാൻ ചൊല്ലും 4 കുഞ്ഞുങ്ങൾ പാലക്കാട് മരിച്ചില്ല. അന്ന് ഇടപെട്ടല്ലോ. അന്ന് ഇടപെട്ട് 3-ാമത്തെ ദിവസം പൈസ അനുവദിച്ചല്ലോ. ഞാൻ എൻ്റെ ഓഫീസിൽ വിളിച്ചിട്ട് വരട്ടിയപ്പം 3-ാമത്തെ ദിവസം പൈസ അനുവദിച്ചു. പക്ഷേ നമ്മുടെ ഹൈവേ ഉദ്യോഗസ്ഥന്മാർ അത് പണിയാത്തതുകൊണ്ടാണ്. അവിടെ പണി നിർദ്ദേശിച്ചിരുന്നു. മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് നിർദ്ദേശിച്ച പണിക്ക് ആവശ്യമായ പണം 3-ാം ദിവസം നാഷണൽ ഹൈവേ അതോറിറ്റി അനുവദിച്ചു. പക്ഷേ ഇപ്പോഴും പണി തീരാത്തത് കേരളത്തിലെ അതിൻ്റെ ചുമതലയുള്ള ചീഫ് എഞ്ചിനീയറുടെ കുഴപ്പമാണ്. അത് MLAക്ക് അറിയാം. ഞങ്ങൾ സംസാരിക്കാറുണ്ട്. കൊച്ചിയുടെ കാര്യം വന്നു. കൊച്ചി സ്മൂത്തായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ ആക്കാൻ പറ്റും. അല്ല, ഇത് ശ്രമിക്കാതെ അശാസ്ത്രീയമാണ് ഇവർ ചെയ്യുന്നത്. ഇവരങ്ങ് പൊളിക്കുകയാണ് ആദ്യം. നമുക്കറിയില്ലേ, ഈ റോഡിൽ ഈ പാലം അണ്ടർപാസൊക്കെ പണിയുന്ന സമയത്ത് അതിൻ്റെ പണി വരുമ്പോൾ വണ്ടികൾ മുടങ്ങും. ഇത്രയധികം വണ്ടി വരുന്ന വഴിയാണ്. സിംഗിൾ ലൈനായിട്ട് സ്മൂത്തായിട്ട് പോകാൻ സംബന്ധിച്ചാൽ വണ്ടി പോകും. അതിനവർ തയ്യാറാവുന്നില്ല. ഒരു മുൻകരുതലും എടുക്കാതെ പൊളിക്കുകയാണ്. ഇവിടെ മാത്രമല്ല, പാലക്കാട് റൂട്ടിലുണ്ട്. പാലക്കാട് ലുലു മാളിൻ്റെ മുകളിലൊക്കെ വെറുതെ പൊളിച്ചിട്ട് മണിക്കൂറിൽ കിടക്കാൻ ഒരു കാര്യമില്ല. തമിഴ്നാട്ടിൽ ഇതേ പണികളൊക്കെ തന്നെ നടക്കുന്നത്. അവിടെ പക്ഷേ സർവീസ് റോഡുകളൊക്കെ പക്കയാണ്. ഇവിടെ ചെയ്യില്ല. കാരണം ഇവിടെ ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ലെന്ന് ധരിച്ചിട്ടാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇവിടെ ഇങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇവർക്കിത് മതി എന്ന് ധരിച്ചിരിക്കുകയാണെന്ന്. ടോൾ പിടിക്കുന്നതെല്ലാം കറക്റ്റായിട്ട് ഇവിടെ പിരിക്കുന്നുണ്ട്. കാരണം ടോൾ എടുത്ത് കളയുമ്പോഴും എന്തുകൊണ്ടാണ് അപ്പോൾ കുരുക്ക്? അപ്പോൾ ടോളിൻ്റെ അവിടെ അല്ല കുരുക്ക് ഈ വരുന്ന വഴിക്കുള്ള ഈ 2-3 വണ്ടി പോകാൻ സമ്മതിക്കരുത്. അപ്പോൾ ഈ ഓവർടേക്ക് ചെയ്ത് കയറും ചിലർ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കയറാൻ സമ്മതിക്കാതെ നമ്മൾ സിംഗിൾ ലൈൻ ട്രാഫിക് വിട്ടാൽ സ്മൂത്തായിട്ട് നീക്കും 2 വശത്തേക്കും. അത്രയും ചെയ്താൽ മതി. ഒരുപാടൊന്നും ഒരു പണിയെടുക്കണ്ട. ഈ സിംഗിൾ ലൈൻ സ്മൂത്തായിട്ട് പോകണം. തിരുവനന്തപുരം മുതൽ പുറപ്പെടുന്ന ഒരു KSRTC ബസ് തൃശ്ശൂർ എത്തുമ്പോൾ ലക്ഷക്കണക്കിന് രൂപ നമുക്ക് ഓരോ ദിവസം ഡീസൽ ഇനത്തിൽ പോയിക്കൊണ്ടിരിക്കും. നിർത്തിയിട്ടിരിക്കില്ല, ഓഫ് ചെയ്യാൻ പറ്റും. വണ്ടി അവരാദ്യം മത്സര ഓട്ടമൊക്കെ നിർത്തിട്ട് അവർ മത്സര ഓട്ടം നിർത്തണം. പിന്നെ ഈ കുട്ടികളുടെ കൺസെഷൻ വർദ്ധിപ്പിച്ചിട്ട് ഈ നാട്ടിലൊരു വഴക്കുണ്ടാക്കാൻ